കാണാതായപ്പോ വണ്ടി അയക്കാൻ തുടങ്ങിയായിരുന്നു. മണിയേട്ടൻ പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാനായില്ല അല്ലേ? എനിക്കത് തോന്നിയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ ചടങ്ങ് നടത്തിയല്ലേ പറ്റൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെന്ന് ഞാനും അങ്ങ് കരുതി. അല്ല മോനെ, മംഗളകാര്യങ്ങളെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ശരിയല്ലേ? ആ അവളവിടെ ഒരുങ്ങിയ അല്ല, മുഹൂർത്താവുന്നതല്ലേ ഉള്ളൂ. മക്കളെ ഗിരി, 1-2 പ്രധാനപ്പെട്ട ആൾക്കാർ കൂടി വരാനുണ്ട്. ഞാന് അവരെ കാത്തിരിക്കുകയായിരുന്നു. മോളെ, ആ മാഷിന്റെ ആലോചന മുടങ്ങിയതല്ലേ മോക്ക് വല്ലാണ്ട് സങ്കടമായല്ലേ? സാരമില്ല, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. മോക്ക് വേണ്ടി നല്ലൊരു ആലോചന ഈ അമ്മാവൻ കൊണ്ടുവരും. അതൊന്നും സാരമില്ല അമ്മാവ. എനിക്കത് മതി. ഗിരി, ഒന്ന് ഗിരിയ കയ്യൊന്നിട്ട്. അല്ല അത് ഈ മോതിരത്തിന്റെ അളവ് കൃത്യമായിരിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പാകം അച്ഛാ, പാകം പാകം. അമ്മാവൻ ഞങ്ങൾ പാർച്ചേച്ചി കണ്ടിട്ട് വരാം. അല്ല, ഇവര് ആരൊക്കെയാണെന്ന് ഗിരിക്ക് മനസ്സിലായോ? അന്ന് ക്യാമ്പിൽ വെച്ച് കണ്ടായിരുന്നു. പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെടുത്തി തരാം. മോനെ, ഗിരി, ഇത് ഇന്ദ്രജിത്ത്, നമ്മുടെ പാർവതി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ. മക്കളെ ഗിരി, അന്ന് ക്യാമ്പിൽ വെച്ച് നടന്നത് ശരിക്കും പറഞ്ഞ ഇന്ദ്രജിത്തും പാർവതിയും തമ്മിലുള്ള പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു അല്ലേ മോനെ?
അല്ല മോനെ നീ ഇത് പാറുലേക്ക് കൊടുക്ക. ഇവള് വിളമ്പി കൊടുക്കും. കൊടുക്ക. ദാ, ആ മേടിച്ചോ. ആ ആ. അയ്യോ എനിക്ക് വേണ്ട, നിനക്ക് വേണ്ടേ? ഇവന്റെ കൊടുക്ക. അല്ല ഇവിടത്തെ കാര്യം പാറു നോക്കിക്കോളൂ. മോനെ അന്നദാനത്തിന്റെ കാര്യം ഒന്ന് പോയി നോക്ക്. അതിവനൊരുത്ത കാരണം നശിച്ചു പോയില്ലേ? ആ അത് കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് മാറ്റാനാണല്ലോ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു കല്യാണ നിശ്ചയം നടത്തുന്നത്. ഓ ഇനി ഇതിനിടയിൽ എന്ത് ശകുനദോഷമാണോ ഇവൻ കാരണം ഉണ്ടാകാൻ പോകുന്നത്? മുത്തശ്ശി, മുത്തശ്ശി പേടിക്കണ്ട, ഇന്ന് ഒരു അനിഷ്ടവും സംഭവിക്കില്ല. ആ നിശ്ചയം മംഗളമായിട്ട് തന്നെ നടക്കും. ആ ആ അതുപോലെ ഞാൻ ആവശ്യപ്പെട്ട കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒന്ന് സമാധാനിക്ക്, എനിക്ക് ഓർമ്മയുണ്ട്.